ഹലോ ഗൈസ്, ഞാനെന്തിനാണ് ഈ കെട്ടും പാണ്ടൊക്കെ കെട്ടി നിൽക്കുന്നതെന്ന് അറിയോ? നമ്മൾ നാട്ടിൽ പോവാണ് ഗൈസ്. അപ്പം നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പോകണ്ടേ? പോയിട്ട് വരാം. അപ്പോൾ നമുക്കിതാ വീടിനോടൊക്കെ ബായി പറഞ്ഞ് പോവാം. ഇനി നമുക്ക് നാട്ടിൽ കാണാം. നാട്ടിൽ സുഖമായി ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാം. അപ്പോൾ അതാ നമുക്കിത് ലോക്കൊക്കെ ചെയ്ത് ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങാം കേട്ടോ. ഇതാ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്ക് വീട്ടിലോട്ട് പോവാം. 5:30 ആയിട്ടേ ഉള്ളൂ. ബസ് എനിക്ക് 7 മണിക്കാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ബ്ലോക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ 7 മണിക്കെങ്കിലും അവിടെ എത്തിയാൽ ഭാഗ്യം. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. എൻ്റെ ഒരു കഷ്ടകാലം അനുസരിച്ച് ബസ്സെങ്ങാനും പോയാലോ. അപ്പോൾ അതാ നമ്മളിവിടെ ഒന്ന് ബസ് കയറി മജസ്റ്റിക് എത്തണം. ഞാനിവിടെ കോഗിലു ക്രോസാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ബസ് കയറി മജസ്റ്റിക്ക് നിന്നിട്ട് മജസ്റ്റിക്കിൽ നിന്നാണ് എനിക്ക് നാട്ടിലോട്ടുള്ള ബസ്സുള്ളത്. അങ്ങനെ ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറി കോഗിലു ക്രോസ് വന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ മജസ്റ്റിക്കുള്ള ബസ് കയറണം. ഓക്കെ, ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ. 5:30 തന്നെ ഇറങ്ങിയത് ഭാഗ്യം. ഇനിയിപ്പോൾ ബസ്സൊക്കെ കിട്ടി ഞാൻ 7 മണി ആകുമ്പോഴത്തേക്ക് അങ്ങ് എത്തിയ ഭാഗ്യം. മജസ്റ്റിക്കിലോട്ടുള്ള ബസ്സൊക്കെ കയറി. പക്ഷേ എൻ്റെ ഭാഗ്യം നിങ്ങൾ നോക്കണം കേട്ടോ. ഞാൻ ബസ്സെല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാനുള്ള ബസ്സിൻ്റെ ചേട്ടൻ വിളിച്ച് പറയാം, മോളെ ബസ് കേടാണ്, മജസ്റ്റിക്ക് വരില്ല, ഒരു 8:30 ആകുമ്പോഴത്തേക്ക് മോൾ മടിവാള വന്നാൽ മതിയെന്ന്. എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെ, ഞാൻ എപ്പോൾ നാട്ടിൽ പോകാൻ പോയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഞാൻ മജസ്റ്റിക്ക് എത്തി അവിടെ നിന്ന് മടിവാള 8:30 ആകുമ്പോഴത്തേക്ക് എത്തണം. എന്താകുമെന്ന് ഇനി കണ്ടറിയാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്ത് ചെയ്യാനാ, ഇത് തന്നെയാണ് എൻ്റെ വിധി. അതിൻ്റെ കൂട്ടത് ഒടുക്കത്തെ ബ്ലോക്കുമാണ് കേട്ടോ. അവിടെ എത്തുമോ എന്തോ. അങ്ങനെ ഇതാ നമ്മൾ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് മജസ്റ്റിക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ ആരും പിക്ക് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഒരാൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ എൻ്റെ അണ്ണൻ എത്തി മക്കളെ. ഇനിയിപ്പോൾ അണ്ണൻ എന്നെ അവിടെ എത്തിക്കുമെന്നാണ് എനിക്കറിയാത്തത്. 8:30 ആകുമ്പോഴത്തേക്കെങ്കിലും എത്തണമല്ലോ. അപ്പോൾ അണ്ണനോട് പറപ്പിച്ച് വിടണമെന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അണ്ണൻ പറഞ്ഞാലോ, എന്നാൽ പിന്നെ നീ കയറി ഇരുന്ന് ഒട്ടിക്കടിയെന്ന്. അതുകൊണ്ട് ഞാൻ എന്താ ഒന്നും മിണ്ടാണ്ട് അടങ്ങി ഒതുങ്ങി അങ്ങ് ഇരുന്ന് അണ്ണൻ ഓടിക്കട്ടെ. അങ്ങനെ നമ്മളിതാ ലാസ്റ്റ് മടിവാള എത്തിയിട്ടുണ്ട് കേട്ടോ. അണ്ണൻ എന്നെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ച്. ഇനി നമുക്കൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ കടയുടെ പേരെല്ലാവരും സൂക്ഷിച്ച് തന്നെ വായിക്കണം കേട്ടോ. ഇനി ആ കടയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനിയും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് സെറ്റായിട്ട് വണ്ടിയൊക്കെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്താ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ബസ് ഇതുവരെ വന്നിട്ടില്ല. 8:30 കഴിഞ്ഞു. ഒരു പഞ്ച്വാലിറ്റി ഇല്ലെന്ന് എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് പോയിട്ടൊരു വെള്ളമൊക്കെ വാങ്ങിയിട്ട് ബസ് വരുന്നതാണ് വരെ അവിടെ കാണാൻ വായി നോക്കി നിൽക്കാം. മടിവാള പിന്നെ മലയാളികൾക്ക് ഒരു ക്ഷാമവും ഇല്ലല്ലോ, അതുകൊണ്ട് സമയം പോകുന്ന അറിയില്ല. ബാക്കി എല്ലാ ബസ്സുകളും വന്നിട്ടുണ്ട്, എൻ്റെ ബസ് മാത്രം വന്നിട്ടില്ല. അതാണ് എൻ്റെ സമയം. നല്ല ബെസ്റ്റ് ടൈമല്ലേ. ലാസ്റ്റ് ഇതാ എൻ്റെ ബസ് വന്നിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് ചെല്ലാം. ബസ്സിൽ ഇതാ ബാഗൊക്കെ കയറ്റി വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഇനി എൻ്റെ സീറ്റ് തപ്പി പിടിക്കണം. സീറ്റല്ല, സോറി, എൻ്റെ ബർത്ത് കണ്ടുപിടിക്കണം. എൻ്റെ ബർത്ത് അപ്പറാണ്, അപ്പർ 10 ആണ്. അപ്പം നമ്മളിതാ കയറി ഇരുന്ന് ഫൈനലി എല്ലാ കടമ്പകളും താണ്ടി നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി അപ്പോൾ നാട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബായ്. അങ്ങനെ നമ്മളിത് അവിടെ 7:30 ആയപ്പോഴത്തേക്ക് രാവിലെ തിരുവല്ല എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 1/2-3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ പത്തനംതിട്ട എത്തും. പത്തനംതിട്ടയിലാണ് എൻ്റെ വീട്. പിന്നെ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പ്രസംഗം നടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്ത് ചെയ്യാനാണ്, ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലെത്തിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ പള്ളി കേട്ടോ. വേറെന്തോ പേരുണ്ട്, പക്ഷെ നമ്മളൊക്കെ മാക്കാങ്കുന്ന് പള്ളി എന്നാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. രാവിലെ തന്നെ ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ എന്താ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൻ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇതാ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എന്താടാ നിനക്കൊരു സൈഡ് ചെരിവ്? സൈഡിൽ കൂടെ കുറച്ച് പെമ്പിളാർ പോയപ്പോഴത്തേക്ക് അവൻ്റെ നോട്ടം അങ്ങോട്ടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാണ് വിചാരം. അപ്പോൾ അതാ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ കേരളത്തിൻ്റെ ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയൊക്കെ ഞാൻ ആസ്വദിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, സീ യു.